ഹായ് എവ്രി വൺ, നമസ്കാരം, സ്വാഗതം. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ബെഡ്റൂം ഒന്ന് പെട്ടെന്ന് അടുക്കി പറക്കാൻ പോകണേ. കാരണം ഇന്ന് വൈകുന്നേരം എൻ്റെ അനിയത്തി വരുന്നുണ്ട്. അതിനുവേണ്ടി മുറി ഒരുക്കണം. പക്ഷേ തോന്നിയിടത്തെല്ലാം ഈ കളിപ്പാട്ടങ്ങളും സാധനങ്ങളെല്ലാം വലിച്ചിട്ട് ഒരുമാതിരി അവസ്ഥയില്ല. എനിക്ക് ഏത് നേരം അല്ലെങ്കിൽ അടുക്കാൻ തന്നെ നേരമുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അത് കണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതും നമുക്ക് പിടിച്ചെടുക്കാം. ഓക്കെ. പിന്നെ ഇതാണ് കൊച്ചിൻ്റെ മുറി എന്ന് പറയപ്പെടുന്ന ഒരു മുറി. അതിൻ്റെ അവസ്ഥ കണ്ടാ ദൈവമേ, ഏയോ നിന്ന് തിരിയാനിടയില്ലേ. ഇതാണ് ഏറ്റവും ചെറിയ ബെഡ്റൂമാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ മെബിൻ ഒരു സിനിമ താഴെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാത്തൊരു മലയാളം ശബ്ദം കേൾക്കുന്നത്. പിന്നെ ഞാനിവിടെ എനിക്കിങ്ങനെ ലാപ്ടോപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണമല്ലോ. അപ്പം ഒരു മലയാളം ഇൻ്റർവ്യൂ ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കും ഞാൻ ചെയ്യുന്നേ. ഓരോ ബാഗിലാക്കി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് കുറേ നാൾ കണ്ട് പഴകിയതാണ്. എനിക്ക് ബോർഡുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. കുറേ എണ്ണം ഇത് പലരും ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കും. കുറേ കളിപ്പാട്ട് എടുത്ത് ഒളിപ്പിച്ച് വെക്കും. അപ്പം നട്ടുവിനെ കാണിക്കത്തില്ല. 1 മാസമോ 2 മാസമല്ലോ. അത് കഴിഞ്ഞ് കാണുമ്പോഴത്തേക്കും അവൾക്ക് പുതിയൊരു കൗതുകമായിരിക്കും. ഇത് കുറേ നാളുകൾ ഞാൻ കണ്ടിട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെ അതുകൊണ്ട് കുറേ നേരം ഡിസ്ട്രാക്ട് ചെയ്യാം. അപ്പം എൻ്റെ കുറച്ച് സഞ്ചികളാണ് കളിപ്പാട്ടത്തിൻ്റെ അമ്മക്കുട്ടിയുടെ. പിന്നെ ഇതെടുത്തുനിന്ന് സ്പോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്കൊണ്ട് ആക്കണം. അങ്ങനെ ഇൻ്റർവ്യൂ കൊണ്ടുപോകുന്നത് ഇപ്പം അന്നക്കുട്ടിയുടെ തുണിയെല്ലാം സോട്ട് ചെയ്യുവാണ്. എന്തേ പാൻ്റല്ല ഒരു സ്ഥലത്ത്, ടോപ്പല്ല ഒരു സ്ഥലത്ത്, ഉടുപ്പല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. ഇതിൻ്റെ അവസ്ഥ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇത് കാണിക്കാം. തൽക്കാലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് നിന്ന് തിരിയാൻ ഞാൻ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഹൂവർ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ശരിയാക്കി ഇതിനെ ഓണാക്കി ഇങ്ങനെ ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് കുഞ്ഞു അറിഞ്ഞൂടാ. ഇവരുടെ ഇന്റർവ്യൂ ആണ്. ടേക്ക് ഫോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കൊണ്ടുവച്ചിരുന്നത് കൊണ്ട് ഒരാൾ കളി തുടങ്ങി. വെരി ഗുഡ്. എന്തായാലും ചിച്ചിയ അഥവാ ടെലിവിഷൻ ചോദിച്ചുകൊണ്ട് വന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത്, ഞാൻ എല്ലാം മടക്കി ഇങ്ങനെ എഴുതി വെച്ചു. ഇതെല്ലാം ഡ്രസ്സുകളാണ്. ഇതിൻ്റെ മേളിലോട്ട് ഇതെടുത്ത് വെച്ചു. അവിടെ ഇച്ചിരി പൊടിയുണ്ടല്ലോ, നമുക്ക് തുടയ്ക്കണ്ടോ. സോ ഇവിടെ ടോപ്പ് എന്നെഴുതി വെച്ചു. ഇതാണ് അതിൻ്റെ മേളിലോട്ട് പോകുന്നത്. പാൻറ്റ് എന്ന് എഴുതി വെച്ചു. സോ ദാറ്റ് ഒരു പെർമനൻറ്റ് മാർക്കറും കൊണ്ട് എഴുതി വെച്ചാൽ. പക്ഷേ അവിടെ ഇച്ചിരി പൊടി കണ്ടു. അത് നമുക്ക് തുടങ്ങണം. പൊടി ഉണ്ടാകും. വ്യത്യാസം കണ്ടോ? പൊടി പോലെയാണോ പിന്നെ ഇരിക്കുന്നത്? ഡ്രൈ ആയിട്ടുള്ള ഈ തുണിയുടെ ഇപ്പുറത്തെ ഭാഗം ഡ്രൈ ആക്കിയേക്കാം.
എൻ്റെ കൈ കൊണ്ട് അറിയാത്ത ടോർച്ച് ഓണായിപ്പോയി. പക്ഷേ ഇതും കൊണ്ട് പൊടിയൊക്കെ എന്തായാലും ഉണ്ട്. തുടച്ചു വിടണം. എന്നാ കുട്ടി അതിനകത്തോട്ട് ഇടുവാണോ? ഗുഡ് ഗേൾ, ടൈറ്റ് അപ്പ്. ഗുഡ് ഗേൾ എൻ്റെ കുട്ടി, ഗുഡ് ഗേൾ. ഓക്കെ, ടേൺ ഓഫ് ചെയ്തോ കേട്ടോ. പൊടി വേണോ? എന്നാടാ കുഞ്ഞു അവ മടുത്തോടാ? ഇതാരാ എൻ്റെ കുട്ടി? ഇത് അമ്മയുടെ 21st ബർത്ത്ഡേക്ക് മാസി തന്ന ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് നൗ 11 years. God. Is it nice? വേണ്ട, അന്നേരം ഇവിടെ പൊടിയുണ്ടടാ, ഇവിടെ പൊടിയുണ്ട്. ഏതാ? അത് അമ്മയല്ലേ? ഏത്? മാസി. അമ്മേനെ അമ്മ എന്ത് യേശോമ്മ അമ്മ? അത് കൊച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങൾ തന്നെയാണ്, വികൃത രൂപം. ദാറ്റ്സ് ഓൾസോ അമ്മ ആൻഡ് മാസി. എന്ത് വേണം? എടുത്ത് മാറ്റണല്ലോ. കമ്മലൊക്കെ എടുത്ത് അങ്ങനെ അടുക്കി വെച്ചതൊക്കെ വീണ്ടും ഇതാ വന്നിരിക്കണോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അടുക്കി വെക്കുക മുറിയുടെ അവസ്ഥ. ഒതുക്കി വെച്ചു, നമുക്ക് നടക്കാനൊക്കെ പാകത്തിന് സ്ഥലമൊക്കെ വന്നു. നൈസാണോ അവനെക്കുട്ടി? അമ്മ ടൈഡി അപ്പ് ചെയ്തു. അമ്മക്കൊരു വാവ് വെൽ ഡൺ അമ്മ എന്ന് പറയോ? ക്ലാപ്പ് ചെയ്യോ? വെൽ ഡൺ. ആഹാ, നിനക്ക് അങ്ങനെ നീ എടുക്കാനായിട്ടല്ല ഞാൻ വെച്ചേക്കുന്നത്, അത് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം എന്നെക്കുട്ടി. യാ